മച്ചാമാരെ നല്ല അടിപൊളി പുഴയിലെ ഞണ്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്നും ചുടുന്നത് എങ്ങനെയാണെന്നും കാണണോ? ബാ കാണിച്ചു തരാം. ആഹാ എന്റെ കാല്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ പേര് സെബിൻ സെറിയാക്ക്. എന്റെ പേര് നിമ്മി ജോർജ്. നിമ്മി ജോർജിനെ കാണത്തില്ല. ഞാനും നിമ്മിച്ചിട്ടുണ്ട്. ഞങ്ങളിതേ തോട്ടിലേക്ക് പോവാണ്. തോട്ടിൽ നല്ല അടിപൊളി കരഞ്ഞുണ്ട്, പുഴഞ്ഞുണ്ട്. അതിനെ പിടിക്കാൻ പോവാണ്. പിടിക്കാൻ പോകുന്ന സാധനം കാണിച്ചു തരണേ. കമ്പി, കൈ. നമ്മള് സാധാ സർവൈവൽ സ്കില്ലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കുളമാണ്. ഒരു കുഞ്ഞൊരു ഓലി പോലത്തെ സാധനം. അപ്പൊ അതിനകത്ത് ഇഷ്ടം പോലെ ഞണ്ടുണ്ട്. ഇതുണ്ട്, പോകുന്ന വഴി ഇതൊക്കെയാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അമ്പൂരി, ട്രിവാൻഡ്രത്ത് അമ്പൂരിയാണ് കേട്ടോ. ഇപ്പൊ ട്രിവാൻഡ്രംകാരെങ്കിലും ഇപ്പൊ തന്നെ കമന്റ് ചെയ്തു. നമ്മളിപ്പോ ട്രിവാൻഡ്രത്തുണ്ട്. സ്ഥലം കാണിച്ചുതരാം. ഇതുപോലത്തെ പാറകളാണ് കേട്ടോ മൊത്തം കേട്ടോ. ഇതുപോലത്തെ പാറ. അപ്പൊ നമ്മൾ വന്നപ്പോൾ ഞണ്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ കല്ലിനടക്കിയിരിക്കുന്നവനാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ കൊടക്കമ്പ് യൂസ് ചെയ്താണ് പിടിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ആ കമ്പ് പോലത്തെ സാധനം വെച്ചിട്ട് നമുക്കിവന് ജസ്റ്റ് ഒന്ന് അട്രാക്ട് ചെയ്യണം. അതിന് തിന്നാനുള്ള വല്ല സാധനമാണെന്ന് വിചാരിച്ച് ഞണ്ട് ആ തുളയ്ക്ക് വന്ന് കുറച്ചും കൂടെ പുറത്തിറങ്ങിയാൽ നമുക്ക് കുത്താൻ പറ്റിയ രീതിയിലിരിക്കുമ്പം നമ്മൾ അവനെ കുത്തിയെടുക്കും. അതാണ് നമ്മുടെ പ്ലാൻ. കുഞ്ഞുണ്ട് കുട്ടി, അതിന്റെ അപ്പുറത്തുള്ള ഒരു കുഞ്ഞുണ്ട് പോയതുണ്ടോ? വീഡിയോ റെക്കോർഡിംഗ് ആണോ? ആ, റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ആണോ? വേണം. നല്ല അടിപൊളി പുഴയിലെ ഞണ്ട് കേട്ടോ. അതായത് കണ്ടോ, നമ്മള് ചുമ്മാ കമ്പി കുത്തിയെടുത്താണ്. നോക്കിയേ, എൻ്റെ കാലൊക്കെ ഉണ്ടോ? ഇവനൊരു ഇച്ചിരി കൂടെ വലിപ്പം വെക്കുന്നത് വേണ്ട. ചത്തിട്ടില്ല, ചുമ്മാ കൊടക്കമ്പി കുത്തിയെടുത്താണ് കേട്ടോ. ആഹാ, ചത്തിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ പോയി കനലിലിട്ട് ഇവനെ ചുട്ട് തിന്നാൻ പോവാണ് കേട്ടോ. മിന്നിച്ചൻ ചുട്ടാലോ എന്നെ കൊണ്ട്? ആ, ചുടാ. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇതൊക്കെ ഒരു ചെറിയൊരു സർവൈവൽ സ്കില്ലാണ്. നമുക്ക് ശരിക്കും ഇതിനെ പിടിക്കാനായിട്ട് ഒത്തിരി സാധനങ്ങൾ വേണം. നമുക്ക് കൈകൊണ്ട് പിടിക്കാം. കൈകൊണ്ട് പിടിക്കുന്ന വീഡിയോ അതിൻ്റെ കൂടുതലുണ്ട്. കൈകൊണ്ട് പിടിച്ചാൽ നമ്മൾ ചുടുന്നില്ല, അതിന് നമ്മൾ അക്വേറിയത്തിൽ കൊണ്ടിടാൻ പോവാണ്. പക്ഷേ ഇതിനെ നമ്മൾ തിന്നാൻ വേണ്ടി പിടിച്ചാൽ. അപ്പോൾ ഇവനെ പിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കമ്പിയുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ കമ്പാണെങ്കിലും മതി. ഒറ്റ കുത്ത് സ്ട്രൈറ്റ് കറക്റ്റ് ഇവനെ നമുക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് ചുമ്മാ കനലിലിട്ട് ചുട്ട് തിന്നാം. കാരണം ഇതൊക്കെ അങ്ങനെ തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. കൊച്ചിലേക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ തിന്നിട്ടുള്ള ഇവിടുന്ന് ഞണ്ട് പിടിച്ചത്. അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും അടുത്തൊരു ഞണ്ട് കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനെ കമ്പി വെച്ച് പിടിച്ച്, എന്നാൽ ഇതിനെ ബെയർ ഹാൻഡ് കൈ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് പയ്യെ നൈസായിട്ട് കൈ വെച്ച് പിടിക്കാൻ നോക്കുവാണ്. അപ്പോൾ ഞണ്ടിനെ എപ്പോഴും കൈ വെച്ച് പിടിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ മേളിലൊന്ന് ഒരു വെള്ളം വെച്ച് കുത്തി പിടിച്ചിട്ട് പുറകിൽ നിന്ന് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. കൊച്ചിനെ പോലെ നമ്മൾ അങ്ങനെ പിടിച്ച് ശീലിച്ചതാണ്. അപ്പോൾ അതെന്തോ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. അതിൻ്റെ കയ്യിലൊരു തേങ്ങാപ്പൂൾ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവനതുമായിട്ട് രക്ഷപ്പെട്ട് ഭാഗ്യത്തിന് കല്ലിനിടെ കയറിയില്ല. അതിന് മുമ്പ് തന്നെ അവനെ അവിടുന്ന് അപ്പുറേനെ ഇളക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന്. കിട്ടി. ദേ കിടക്കുന്നു, വെള്ളത്തിനകത്ത് പോകുന്നു.
ചെറുതാണ് കേട്ടോ, കുഞ്ഞു ഞണ്ട. പക്ഷെ ഇവൻ എന്തോ തീറ്റ തന്നുകൊണ്ടിരിക്കുവായിരുന്നു. ആ നോക്കിയേ, മിക്കവാറും എന്റെ കയ്യൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ തറവാടാണ് കേട്ടോ, നല്ല അടിപൊളി പ്ലേസ് ആണ്, കിടുക്കൻ പ്ലേസ് ആണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടോ ഒരു മലയൊക്കെയാണ്, ഭയങ്കര നൊസ്റ്റാൾജിയ. അങ്ങളെ അതേ വരുന്ന നിങ്ങളെ ഇതേ ഞാൻ വന്നു അതിന് ചുടാനായിട്ട് ഞങ്ങക്ക്. അമ്മച്ചി ഞങ്ങക്ക് ഞണ്ടിനെ ചുട്ട് തരാമോ? അങ്ങോട്ട് കൊണ്ടുവരണം പറഞ്ഞ 3 എണ്ണം. അല്ലെ അതുണ്ട്, ജീവനുള്ളതുണ്ട്. ഇത് വേറെ. ഇത് എവിടെ കിടക്കുന്നുണ്ട്? ഞാൻ നീ കൊഞ്ചു പിടിക്കാൻ നോക്കി. കൊഞ്ചു പിടിച്ച് 5 എണ്ണം കിട്ടി. ഇത്രേ ഉള്ളു. തുണി എണ്ണാണോ തോർത്തുകൊണ്ടാണോ? കുപ്പിക്കത് ഞങ്ങൾ പിടിച്ച്. അമ്മച്ചി തോർത്തോണ്ട് പിടിക്കാൻ തന്നെ. നമ്മൾ ആ സെയിം കുളത്തിൽ നിന്ന് പിടിച്ച 3 ഞണ്ടാണ് കേട്ടോ. നമ്മൾ അതിൽ നിന്ന് പിടിച്ച 3 ഞണ്ടാണ്. ഇവനാണ് ഏറ്റവും വലുത്. അപ്പൊ ഇവനെയാണ് നമ്മൾ ചുടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബാക്കി 2 എണ്ണം ഇതിനെല്ലാം നമ്മൾ കൈ കൊണ്ട് പിടിച്ചതാണ് കേട്ടോ. അപ്പൊ ഈ ബാക്കി 2 എണ്ണത്തിന് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അക്വേർത്തിടാനുണ്ട്. നമുക്ക് ഇവനെ എടുത്ത് ചുടാം ലൈവായിട്ട്. അല്ലാതെ ഇവനെ കൊല്ലാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ലൈവായിട്ട് ചുടാൻ പോവാണ്. അതിന് അടുപ്പിൽ നല്ല ചൂടുണ്ട്. എത്ര എടുക്കും അമ്മച്ചി? എത്ര നേരം എടുക്കും? 5 മിനിറ്റ് വേണോ? അവിടെ കൂട്ടി പൊളിച്ചോളാം അല്ലേ? രണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റോടെ മതി നമ്മി പറയണേ. അപ്പൊ 2 മിനിറ്റ് കൊണ്ട് ഞണ്ട് റെഡിയാക്കാം കേട്ടോ. അത് മമ്മിയാണ് ഇപ്പം സംഭവം ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. ആയിക്കൊണ്ടിരിക്കുക. വെയിറ്റിംഗ്. നമ്മുടെ ഞണ്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇട്ടോ ഇത്ര പോരാ മച്ചി? ഞാൻ ഞണ്ടിനെ റെഡിയാക്കിയിട്ടുണ്ട്. മമ്മി അവനെ ഒരെണ്ണത്തിനെ പൊളിച്ച് വെച്ചു. അമ്മ മറ്റേ പൊളിച്ചു തന്നെ. ഇത് പൊളിച്ച് കാണിച്ചേ. ആഹാ, അപ്പൊ അതിനകത്ത് തിന്നാനുള്ളതൊന്നുമില്ലേ? ഇത് വേസ്റ്റായ ഭാഗം. കുറച്ചേ ഉള്ളു തിന്നാൻ അല്ലേ? നല്ലതാണ്. ഇതിന്റെ നല്ല ഇറച്ചിയാണ്. ഇതിന്റെ അകത്തിന് ഒന്നും കളയാനില്ല. ഈ ഭാഗം കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കളയാനില്ല. പിന്നെ ഈ കാലുകളിലൊന്നും ദശയില്ല. പക്ഷെ കടിച്ചു തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് മൊത്തം കാൽസ്യം. അതുപോലെ ഈ കാലിന്റെ അകത്ത് അതെ കുറച്ച് മാംസമുണ്ട്. ഇതിനൊക്കെ നല്ല രുചിയാണ്. പിന്നെ ഇത് കണ്ടോ, നീ ഒന്ന് കടിച്ചു നോക്കി. നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് ഉപ്പൊന്നും വേണ്ട, ചുമ്മാ എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. മമ്മി അതിനെ സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. എന്നാ ഉണ്ടോ ഇതിന് തിന്നാലേ? നിന്നെ ഉപ്പിടണോ? ഉപ്പിന്റെ ആവശ്യമില്ല. കഴിച്ചേ നല്ല ടേസ്റ്റ് അല്ലേ? കാണിച്ചടി, അടുത്ത് കാണിച്ചടി. ഇതേണ്ടേ നല്ല കരഞ്ഞണ്ടാണ് കേട്ടോ. കരഞ്ഞണ്ട് കഴിച്ചിട്ട് ഉപ്പ് വേണമെന്ന് തോന്നിയാൽ മാത്രം കഴിച്ചിട്ട് ഉപ്പ് വേണം നമുക്ക് ഇടാം കേട്ടോ. ടേസ്റ്റ് നോക്കാം. ഉപ്പിന്റെ ആവശ്യമില്ല. ഉപ്പ് വേണ്ടെന്നേ. ഉപ്പിന്റെ ആവശ്യമില്ല. കാരണം ഇതിന് ചെറിയൊരു മധുരമുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അടിപൊളി. നിനക്ക് വലിയ പീസ്. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാ. അടിപൊളിയാണ് കേട്ടോ. ഇതിന് ഉപ്പൊന്നും ആവശ്യമില്ല. കാരണം ഇതിനൊരു ചെറിയൊരു മധുരം ടേസ്റ്റ് ഉണ്ട്. ഇനി നിമ്മി ടേസ്റ്റ് ആണ് അവിടെ. നിമ്മി ടേസ്റ്റിംഗ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഈ സാധനം ഭയങ്കര ഹെൽത്തിയാണ്. കാൽസ്യം, പ്രോട്ടീൻ എല്ലാ സാധനവും ഉണ്ട്. നിമ്മി ടേസ്റ്റിംഗ് എങ്ങനെയുണ്ട്? ഉപ്പിന് ആവശ്യമുണ്ടോ? അവിടെ ഇതിന്റെ കാലാണ് കേട്ടോ. നമ്മുടെ വലിയ തടിയന്റെ കാല്. അടിപൊളി. നന്നായിട്ട് ടേസ്റ്റ് ആണോ? കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ആരും അധികം ടേസ്റ്റ് ചെയ്യുന്നില്ല. അടിപൊളി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ അമ്പൂരി തന്നെയാണ്. ഈ പുറകെ കാണുന്നത് ശുദ്ധജലത്തിലാണ് കേട്ടോ, കടലിലല്ല.
അപ്പം നമ്മള് ഓ എന്റെ പൊന്നോ, ഈ പുറകെ കാണുന്നതാണ് കേട്ടോ അഗസ്ത്യാർകൂടം. നമ്മുടെ വീട് ഇതിന്റെ താഴെയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെബിൻ സെവേക് ആൻഡ് നിമി, എന്റെ മമ്മി. ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ.